ഇതാ നളർതഹാ സർറതുകാ, നീ നിന്റെ പെഞ്ഞയുടെ മുഖം നോക്കുമ്പോൾ അവൾ നിന്റെ സന്തോളാക്കപ്പാട്ടണോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാപ്പിളക്ക് ഇഷ്ടപ്പെടാത്ത ആണുങ്ങളെ ഔത്തുക കടത്തുകൊരു പെണ്ണുക്ക് തീരാ, മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് പെണ്ണ് പരുത്തു പോകു തീരാ, മാപ്പിളക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവന്റെ പൈസ ചെലവാക്കുക തീരാ. അതേപോലെ മനുഷ്യരെ മാപ്പിളക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു ആണിന്റെ ഒട്ടിക സമ്പർക്ക തീരാ. എന്തെല്ലാം കണ്ടീഷൻസിൽ ഒരു പെഞ്ഞയായവണോ ആ രൂപത്തില് തന്റെ സർവസ്വം തന്റെ മാപ്പിള ചെന്നിട്ട് മാപ്പിളക്ക് ഗൊന്താവാത്ത രൂപത്തിൽ അന്യ ആണുക. അതേപോലെ അന്യ രൂപത്തിൽ അന്യ ആണുങ്ങളും മെസ്സേജും ഫോണും പടക്കവും ചിരിയും അത് ഉണ്ടാവുക തീര പെണ്ണ്. പെണ്ണിങ്ങ മങ്ങിൽ തൊടുക പോയി ഫോട്ടോഗ്രാഫർ ക്യാമറമാൻ്റെ അവന്റെ മൊബൈൽ നമ്പർ എടുത്തും റെയിലിൽ പോയി റെയിലിൽ വിട്ടിട്ടുണ്ട് നമ്പർ എടുത്തും ഹോട്ടലിൽ പോയി തിന്നോട്ടെ സപ്ലൈ ആക്കണോണ്ട് നമ്പർ എടുത്തും പാർക്കിൽ പോയി തിന്നോട്ട് വാച്ച്മാൻ്റെ നമ്പർ എടുത്തും പൂരത്തിൽ ഇൻസ്റ്റാഗ്രാമിന്റെ നമ്പർ വേറെ, ഫേസ്ബുക്കിന്റെ ID വേറെ, ഇമെയിൽ ID വേറെ, വാട്സ്ആപ്പ് നമ്പർ വേറെ തുടങ്ങിയിട്ട് പിന്നെ മിസ് കോൾ പോകും, മിസ് കോൾ പറകും പോകും തുടങ്ങിയത്. പിന്നെ ഇത് അടിയായപ്പോൾ ഉരച്ചു തുറന്നത് എവിടെ പോയിട്ട് മാർക്കറ്റ് പോയി എവിടെ പോയി അടുപ്പൊക്കെ പോയിട്ട് ചെന്നിട്ട് ഈ രൂപത്തിൽ മനുഷ്യരുടെ അവസ്ഥ അല്ലാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. സകല ബലാഅത്തും ഇറങ്ങിയത് ഈ രൂപത്തിൽ അനാചാരം തുടങ്ങിയത് ദീർഘ ചെല്ലില്ല. പെഞ്ഞി മാപ്പിളുടെ ബിസി എങ്ങനെ ഞങ്ങളെ മക്കളെ സാലിഹ്യങ്ങളായ മക്കാവണം. അൽബിർ പോലത്തെ മദ്രസ, സുന്ദരമായ മദ്രസ ഉണ്ട് ഞങ്ങളുടെ റായത്തിൽ. 8ാം ക്ലാസ്സോളം പഠിപ്പാട്ട് ഉസ്താദുമാർ സാധാരണ 100തോളം ഒക്കെ ഉള്ളത്. അൽഹംദുലില്ലാ, പടച്ചറബ് ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിയും നല്ല പഠിക്കുന്ന നല്ല സ്മരണ ശക്തിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യ മദ്രസത്തെ ദയനീയ പരിസ്ഥിതി നോക്കൂ. എത്രമോ ജാഗലെല്ലാം അങ്ങനെ അതേ 1ാം ക്ലാസ്സിൽ 30 മക്ക ഇക്കടറ്, 2ാം ക്ലാസ് എത്തിയപ്പോ 25 മക്ക അവിടെ, 3ാം ക്ലാസ് എത്ര സന്ദർഭത്തില് 20 മക്ക ഇക്കടറ്, ആ മക്ക നാളെ എത്ര സന്ദർഭത്തിൽ പൂണിഞ്ചായത്. അത് പിന്നെ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 5ാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷ 10 മക്ക പബ്ലിക് പരീക്ഷ എഴുതിയാല്, 6 എത്തപ്പോ 7 മക്ക, 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 2ാമത്തെ പബ്ലിക് പരീക്ഷ ക്ലാസ്സിൽ എത്തിയപ്പോ 5 മക്ക മാത്രം എഴുതിയാറ്. 6ാമത്തെ 8ാമത്തെ ക്ലാസ്സിൽ എത്തിയപ്പോ 3-4 മക്കളെ കണ്ട ആ ക്ലാസ്സില് ഉസ്താദിനാണ് കേൾക്കില്ല എത്രാം ക്ലാസ്സിൽ എത്ര മക്ക ഉള്ളത് ചെന്നിട്ട് എല്ലാത്തെ പരിസ്ഥിതി എങ്ങനെ. നാളെ 1ാം ക്ലാസ്സിൽ ഇന്ന് 40 മക്ക 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുറുടി ആയോണ്ട് പോണ്ട് എങ്ങനെ പോയി തീണ്ട് കേട്ടെങ്കിൽ ഉത്തരയില്ല ആർക്കും. എന്തൊക്കെ മദ്രസത്തെ ബുട്ടേണ്ട് കേട്ടപ്പോ ഉസ്താദേ മോളെ ബലിയായള് ഉസ്താദേ ഉസ്താദ് അടിച്ചറ് പറഞ്ഞറ് ഉസ്താദമാർ എന്തെങ്കിലും ബുദ്ധിവാദം ചെന്നറ് ഇന്ന് നീ മദ്രസക്ക് പോണ്ടടി എന്തിനാവോട് നോക്കളാ ചെന്നിട്ട് ഈ രൂപത്തിൽ ഉസ്താദുമാർ മുട്ട കൈയുടെ ഷർട്ടും പിടിച്ചിട്ട് കോളറും പിടിച്ചിട്ട് കയ്യുത്താക്കിട്ട് ഉസ്താദുമാർക്ക് അടിക്കുക പോണ്ട പോലത്തെ നാണം കെട്ട സമ്പ്രദായ എത്രമോ ജാഗിലുള്ളത് മനുഷ്യര്. സ്കൂൾ നോക്കുന്നേണ് 1ാം ക്ലാസ്സിൽ 30 മക്ക, 4ാം ക്ലാസ്സിൽ 40 മക്ക, 5ാം ക്ലാസ്സിൽ 80 മക്ക, SLC 200 മക്ക, PUസിൽ 350 മക്ക. യാറായോണ്ട് പോണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ റായത്തെ മദ്രസത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേടിയില്ല. ആ മക്ക നക്ക് ദുആരക്കണോ ചെന്നൊരു ചിന്തയില്ല. മരിച്ചെങ്കിൽ ദുആരക്ക് ഉസ്താദുണ്ടോ, മരിച്ചെങ്കിൽ കഫനാക്ക് മുഖരിക്കവുണ്ടോ, മരിച്ചെങ്കരാ തൽക്കീൻ ചെന്ന ഉസ്താദുമാരുള്ളത്, ഞങ്ങൾ തിങ്കളിൽ 10 രൂപ വിട്ട് പൈസ എറിയുടെ ഉസ്താദുമാരുള്ളത്. അതുകൊണ്ട് പേടിയില്ലടാ. ചെന്നിട്ടല്ലേ നിങ്ങളെ ചിന്ത മോണോ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, ലോയർ ആവണോ, ഈ രൂപത്തിലുള്ള ചിന്തയല്ലേ നിങ്ങൾക്കുള്ളത്. ദീർഘാഭിസയതയുള്ള മനുഷ്യര് നിന്റെ മോണോ ഡോക്ടർ ആവട്ടോ, എഞ്ചിനീയർ ആവട്ടോ, ലോയർ ആവട്ടോ, മാഷാവട്ടോ, ടീച്ചർ ആവട്ടോ, ആറുമാവട്ടോ, നിന്റെ മോണ് മരിച്ചപ്പോ നിന്റെ മോണ് നിക്ക് മയ്യത്ത് നിസ്കരിക്കടവനാവട്ടോ, നീണ് മരിച്ചപ്പോ നിന്റെ മോണ് കഫനാക്കടവനാവട്ടോ, നീണ് മരിച്ചപ്പോ നിന്റെ കബറുടെ മുട്ട നിന്റെ ബാപ്പ മരിച്ചു പോയിട്ട് തമ്പുരാന് നിന്റെ ബാപ്പക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കു തമ്പുരാന്. നീണ് മരിച്ചപ്പോ വെള്ളിയാസരുടെ ജുമാ കഴിഞ്ഞാൽ പിന്നെ നിന്റെ തലയുടെ ഭാഗത്ത് നിന്റെ അടുത്തേക്ക് സലാമത്തിന്റെ മോണാവട്ടോ. നീണ് മരിച്ചപ്പോ പെരുന്നാളിന്റെ സന്തോളാചരണാക്കട സന്ദർഭത്ത് ഖബർസ്ഥാനത്തേക്ക് വന്നിട്ട് നിനക്ക് ദ്വാരക്കട മക്കാവട്ടോ. നിന്റെ പളക്ക കേക്കട നിന്റെ പിരിസത്തെ ഉമ്മമാരെ പെങ്ങന്മാരെ, നിന്റെ പളക്ക കേക്കട രക്ഷിതാക്കന്മാരെ, ഒരു വിഷയം നിന്റെ കുട്ടിക്കനാണ് കേക്കട്ട. ഇണ്ട് ജാവുനീണൂത്തില് പോയിട്ട് വറങ്ങട കാണാമെന്നുള്ളൂ, പായികല്ലെങ്കിൽ തലങ്ങണിക്ക് നീ തലവൈക്കട കാണാമെന്നുള്ളൂ. ഒരു പ്രശ്നം നീണ് കേൾക്കണോ, ആ പ്രശ്നക്ക് നീണേ ഉത്തരവും ചൊല്ലണോ. പടച്ചവന്
എന്റെ ചാവുക നാണ് ഉറങ്ങിയപ്പോ നാണ് ഉറങ്ങിട്ട് സുബൈഹ് എണിക്കാത്ത പോലത്തെ പരിസ്ഥിതി വന്നെങ്ക നാണ് മോത്ത് മരിച്ചെങ്ക അല്ലാ അല്ലാ കഷ്ടപ്പെന്നിട്ട് മരണവേദന അനുഭവിച്ചിട്ട് ജന്മ തന്ന നിന്റെ ഉമ്മ നിന്റെ ജന്മ കൊടുത്ത നിന്റെ മക്ക ഉള്ളറ് നിന്റെ മോണുള്ള അല്ലാ നാണ് മോത്ത് നാളെ സുബൈഹ് മയ്യത്തായിട്ട് പോന്നപ്പോ നിന്റെ മോള് നിനക്ക് ദ്വാരക്കുവള നിന്റെ മോള് നിനക്ക് ദ്വാരക്കുവണ നിന്റെ മോള് നിന്റെ മേലും മയ്യത്ത് നിസ്കരിക്കുവണ നിന്റെ മോള് നിന്റെ കഫനാക്കുവണ നിന്റെ മോള് നിന്റെ മയ്യത്ത് കുളിപ്പാട്ടുവട നിന്റെ മോള് മരിച്ച സന്ദർഭത്തിൽ നാണ് മരിച്ചെങ്കിൽ നിന്റെ ദഫനാക്കുന്ന സന്ദർഭത്തിൽ കബറുക വീഴ്ചിട്ട് കബറിൽ കിടപാട് വീഴ്ചൽ പിന്നെ നിന്റെ കൗളുക മണ്ണ് വയ്ക്കുക നിന്റെ മോണ് കിട്ടുവട ഒരായത്തിൽ ഒരാള് മരിച്ചത് മനുഷ്യര് കണ്ട സംഭവനാണ് ചെന്നോണ്ടുള്ളത് ആ മയ്യത്ത് നോക്കുക നാണും പോയ മയ്യത്ത് 2 നാള് ഐസിൽ കിടപ്പാട് വീഴ്ചിട്ടുണ്ടോ മോണായോട് ഒരേ ഒരു മോണുള്ളത് ഗൾഫിലുള്ളവണോ അവന് പറകത്തിൽ നേരമുണ്ട് 2 നാള് വേണോ വിസരത്തിൽ പ്രോബ്ലം ഉണ്ടോ അതുള്ള സമയത്തിൽ പിന്നെ എത്തുക 2 നാള് വേണാവടോ അങ്ങനെ 2 നാള് കളിയാട്ട് ഒരേ മോണുള്ളത് ആ മോണേ ആവണോ അതുകൊണ്ട് മോണ് പറട്ടെ മോണ് കൊന്നു നോക്കണു മോണ് ചെന്നാണ് പറയാണ്ട് ദഫനാക്കില്ല ചെന്നാള് മാറി കേട്ടറ് ചെന്നറ് ആറ് ചെന്നപ്പം മോണ് ചെന്ന ആവില്ല നിന്റെ ബാപ്പടനക്ക് നോക്കാണ്ട് ദഫനാക്കിറവ് തീരാ ഫ്രീസർ ഇല്ല ഗ്യാസിലെയും കറണ്ടിലും ഉപയോഗിക്കുന്ന ഫ്രീസർ ഇല്ലാത്ത സമയമുണ്ട് മിനിമം ഒരു 5-8 വർഷத்துக்கு മുന്നുള്ള ചരിത്ര മനുഷ്യര് മീനൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ഉണ്ടല്ലേ മീന് പിടക്കാവിടേക്ക് ഉപയോഗിക്കുന്ന ഐസ് ഉണ്ടല്ലേ ഐസിലെ ഗിട്ട കൊമ്പന്നിട്ട് ഐസിലെ ഇട്ടിക്ക് കൊമ്പന്നിട്ട് ലൈനാളെ വെച്ചിട്ട് അതിന് മേള് തുണി ഇട്ടിട്ട് ഈ മയ്യത്ര ഐസിൽ വീഴ്ചിട്ട് 2 നാള് കഴിഞ്ഞാൽ പിന്നെ ഗൾഫട മോണായി ഉണവന്ന എയർപോർട്ട് എത്തി വിസ കിട്ടിയ പുറത്തേക്ക് കുളിപ്പാട്ടിയറ് കഫന്നല്ലാക്കിയറ് കൊമ്പയുടെ പള്ളിയിൽ വീഴ്ചത് മയ്യത്ത് വന്ന പുറത്തേക്ക് നിസ്കരിച്ചത് ദഫനാക്കട ചെന്നിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കിയ പള്ളിക്ക് കൊമ്പോയിട്ട് ഒരു 2 നിമിഷം കഴിഞ്ഞപ്പോ മോണായി ഉണവന്ന് കാറുടെ ഇളിഞ്ഞിട്ട് പള്ളിയുടെ ഉൾഗത്തിലെ മുഖം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് മോണുക്ക് കിടത്തി മോണുക്ക് കാട്ടിത്ത് കാട്ടിൽ പിന്നെ ഇമാമത്ത് നിക്കുക വേണായിട്ട് എല്ലാവരും നിസ്കാരം തയ്യാറായറ് കേട്ടത് ഈ മനുഷ്യരുടെ മേല് മയ്യത്ത് നിസ്കരിക്കുക ആരെങ്കിലും വാരിസുദാരന്മാരുള്ളറാ അർഹത ഉള്ളതാണ്ട് കേട്ടപ്പോ നിങ്ങമേ നിസ്കരിക്കൂ ഉസ്താദേ എല്ലാരും ചെന്നറ് ഉസ്താദ് കേട്ടത് ഇപ്പൊ തന്നെ മോണില്ല അവനെവിടെ പോയാ ആ മോണായോണ പടച്ചവര് ആ മോണായോണ പള്ളിയുടെ പിത്തിൽ നിന്നെ പടിലങ്ങനെ വെച്ചിട്ടുള്ള ഇന്നും പള്ളികൾ ഉൾഗത്തേക്ക് വന്നിട്ടില്ല പടിയിൽ വെച്ചിരുന്ന മയ്യത്തിൽ നോക്കിയിട്ട് മയ്യത്ത് ഉൾക്കും പോയിടല്ലാണ്ട് ഓണ ഉൾഗത്തേക്ക് പോയിട്ടില്ല പോയി ഉസ്താദ് ചെന്നവന്റെ വിളിക്കറോ ചെന്നിട്ടു പോയിട്ട് പാലക്കാർ വിളിച്ച് നീ വണ്ടിയിലാണ്ട് കേട്ടപ്പോ നിനക്ക് ഷൂ എടുക്കുക കഷ്ടാവിടോ കാള് ചണ്ടിയായി കിടക്ക് കഷ്ടാവിടോ നിങ്ങൾ നിസ്കരിക്കറോ ചെന്നിട്ട് നായുടെ സ്വഭാവം ഇന്ന മോണതാ പുറത്ത് കാത്തോണ്ടുള്ള ബാപ്പട മയ്യത്തെ പുറത്ത് കൊമ്പറക്ക് വേണായിട്ട് സ്വന്തം ബാപ്പട 2 നാളത്തോളം ഐശ്വര്യ കിട്ടില് കിടപ്പാട് വെച്ചിട്ടും ആ മോണ് മാമൂമായിട്ട് സമയത്ത് നിസ്കരിക്കുക തയ്യാറില്ല എത്ര ആളുമാരുള്ളവരുണ്ട് സ്വന്തം മക്ക സമയത്ത് കബർക്ക് ദഫനാക്കണ സന്ദർഭത്തിൽ കേക്കട കബറെടുക്കണ ആളുമാര് ആറുള്ളവർ കബറുകളിടങ്ങ സ്വന്തം മക്ക ചില നിങ്ങമേ ഇളിയറോ ആറുള്ളവർ കവൾക്ക് മണ്ണ് ബൈക്കിടങ്ങ നിങ്ങമേ ബൈക്കറോ എന്തെങ്കിലും ഷർട്ടില് മണ്ണാവിടോ പാൻറ്റില് മണ്ണാവിടോ കാലില് മണ്ണാവിടോ കബറുകളിഞ്ഞങ്ക എത്രത്തോളം ജനങ്ങൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ 3 പിടി മണ്ണിരുടെ സന്ദർഭത്തിൽ എത്രമോ പാലക്കാർ മക്ക ഉള്ളവർ ആ മണ്ണ് സമയത്ത് തൊടുള്ള കയ്യിൽ മണ്ണാവിടു ചെന്നിട്ട് അങ്ങനത്തെ മക്കൾ വേണമോണേ ഇന്റെ വറങ്ങട സന്ദർഭത്തിൽ നീനെ ഇത് കുത്തറ ചെല്ലണോ ഞാൻ നിന്റെ മക്ക ഈ രൂപത്തിലുള്ളറാ മരിച്ചപ്പോ നിന്റെ മേലെ മയ്യ മണ്ണിടുവറ നിന്റെ കഫനാക്കുവറ നിന്റെ ദഫനാക്കുവറ നിന്റെ മക്ക ചെന്നിട്ട് നിന്റെ മക്കളെ വിഷയത്തിൽ നീനെ റിസൾട്ട് താനീണ് നീനെ മാർക്ക് ഇടുന്നീണ് അതുകൊണ്ട് ചിന്തനാക്കിയുള്ളൂ നിന്റെ മക്ക മദ്രസത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കണ്ണു ഉസ്താദ് 2 വർഷം 1 ക്ലാസ് ആക്കണോ കമ്മിറ്റിയുടെ പ്രസിഡന്റിൽ പോയിട്ട് രാജിയാറ് 8ാം ക്ലാസ്സിൽ നിപ്പാട്ട ഒലിമ്പും 10ഉം ആക്കണോ നിന്റെ മക്ക ദീന് പഠിക്കട്ടെ ചെന്ന് പഠിപ്പാട്ടത്തിന് പ്രയത്നാക്ക് അതൊക്കെ വേണമായ സൗകര്യം നീ ആക്കി കൊടുക്കും മനുഷ്യ മക്ക നല്ല ആവട്ടോ മക്ക മരിച്ചെങ്കിൽ ദ്വാരക്കട മക്ക ആവട്ടോ മക്ക നിന്റെ മേളിൽ ആസീനോദര മക്ക ആവട്ടോ മക്കളെ കുടുംബത്തിലെ സമാധാന വേണ സംതൃപ്തി വേണ അല്ലാഹുവിന്റെ റഹ്മത്തിനെ മലായികത്തങ്ങളെ കൊണ്ട് അനുഗ്രഹം വേണ മക്കളെ നിന്റെ ഉമ്മടെ ജാഗിൽ കാണണമോണേ ബാപ്പടെ ജാഗിൽ കാണണമോണേ ഉമ്മയും ബാപ്പയും മാച്ചിലയുടെ ചൂടി പോലെ മൂലകിട്ട ബസ്തല്ലത്
അത് ഖിദ്മത്തെടുക്കണായ ബസ്സുകാര്, ആള് കൽവണായ ബസ്സുകാര്, അതിന് ഒരു തില്ല് തന്നെ ഒരു തില്ല് കണ്ണട തന്നെ മോത്തി ഈ ഭൂമിക്ക് തിരിണ്ട് കണ്ടെങ്കിൽ നിന്റെ സർവനാശത്തിന് പുതിയ പുതിയ കാണോണ് വേണ്ട, ക്ഷിപണിയും ബോംബും വേണ്ട, ഒരു ശത്രും വേണ്ട. നിന്റെ ഉമ്മടയും ബാപ്പടയും കണ്ണിട തന്നെ നിന്റെ വലിയ ശത്രുമാണ്. നിന്റെ സർവനാശത്തിന് ഒരു തണ്ണൂരീത്തി കണ്ണിട തണ്ണിമയുമാണ്. ഇതെല്ലാം ചിന്തനാക്കൾ. ഉമ്മടെ ഖിദ്മത്തെടുക്ക, ബാപ്പടെ ഖിദ്മത്തെടുക്ക. ഉമ്മ കളിക്കണ വസ്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചെല്ലണത് കഷ്ടത്തമേൽ കഷ്ട അനുഭവിച്ചാട്ടായിട്ടുണ്ട് മക്കൾക്ക് ഉമ്മായോട് ജന്മം കൊടുത്തത്. നിക്ക് കുന്തില്ലേ നിന്റെ കണ്ണാരെ കണ്ടതല്ല മോളെ പെണ്ണേ. ഉമ്മമാറി നിന്റെ പളക കിടറണ്ട് കണ്ടെങ്കിൽ നിക്കർത്താവുല്ലടി, നീ മരിച്ചിട്ടല്ല ഹയാത്തായത്. നീ നിന്റെ മോൾക്ക് ജന്മ കൊടുക്കുമ്പോഴത്തോ നിന്റെ പറഞ്ഞോണ്ടുള്ള മോള്, നിന്റെ അടിച്ചോണ്ടുള്ള മോള്, നിന്റെ ചേച്ചന്റെ മുഖത്തോക്കെടു തുപ്പിട മോള്, നീ നാക്കിയത് ഏതും സമാവാത്ത നിന്റെ മോള്, നിന്റെ കാണുമ്പത്ത് കറുസപണ്ട് നിന്റെ മോള്, നിന്റെ മോണോ നിന്റെ കാണുമ്പത്ത് കറുസപണ്ട് മോണോ, നിന്റെ മകനോക്ക് ഇഷ്ടപ്പെടാത്ത മോണോ, നിന്റെ വിട്ടിട്ട് പോയ മോണോ, നിന്റെ ചവിട്ടി പുറത്താക്കണ മോണോ, കണ്ടവർക്ക് നിന്റെ പറയിട മോണോ, ആ നാണം കെട്ട മോൾക്ക് നീ ജന്മ കൊടുക്കുന്ന സന്ദർഭത്തിൽ മരിച്ചിട്ടില്ലേ നീ ഹയാത്തായത്? എത്ര നമ്പർ അനുഭവിച്ചടി നീന്? നിന്റെ മൂക്കുടെ കൊടിയിൽ നിന്നിട്ട് പിടിച്ചിട്ട് കാരുടെ ഉങ്കുഷ്ടത്തോളത്തോളം ഇന്ന് സകല നാടി നരമ്പ് വിളി ഭരിച്ച് ഭരിച്ചിട്ട് നമ്പർ അനുഭവിച്ചത് നീണ്. നിന്റെ പയറൊന്ന് നോക്കുടി, നിന്റെ പയറൊന്ന് നോക്കുടി. ഓപ്പറേഷൻ പോയിട്ട് നീ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്റെ പോയിട്ട് ഭയത്തെ ഉൾക്കത്തിൽ കിടാവിടെ നിന്ന് വലിച്ചെടുക്കുക വേണമായിട്ട് പയർ കീറി വെച്ചത്. അടക്കടയും നരിയുടെയും സാമാനുടെ ഗോണി തുന്നിയത് പോലെ തുന്നി വെച്ചത് കറുത്ത കായത്തെ കല നിന്റെ ഭയത്തിൽ അവിടെയും കൂടെയും ഇപ്പോഴും കൊല്ലടേ. നിന്റെ മക്കൾക്ക് നീ ജന്മ കൊടുത്തത് എന്ത് കിടി? നിന്റെ പറയുടെ മക്കൾക്ക് നീ ജന്മ കൊടുത്തത് എന്ത് കിടി? നിന്റെ ശാപവീക്കള മക്കൾക്ക് നീ ജന്മ കൊടുത്തത് എന്ത് കിടി? നിന്റെ പറയുടെയും നിന്റെ ചൗട്ടറിയും നിന്റെ ഇൻസൾട്ട് ആക്കട് നിന്റെ കണ്ണട തന്നെ പാട്ട മക്കൾക്ക് നീ ജന്മ കൊടുത്തത്. അതിനെ കാണാൻ നിന്റെ ഉത്തര പിത്തിൽ ഒരു തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാള നട്ടിട്ടുണ്ടെങ്കിൽ എന്നെങ്കിൽ പല തിന്നകു തീരത്ത തീരാന്ത പെണ്ണേ. നിന്റെ പിരിസത്തെ ബാലക്കാരുടെ പെണ്ണുമക്കളെ, സഹോദരിമാരെ, പെങ്ങളെ, ഒരു നാട് നീയും ഉമ്മാവിടെ സന്ദർഭത്തിൽ നിക്കതിരെ കഷ്ടത്തിരിയോ? നീ കറുപ്പുഞ്ചായിട്ട് ഭയത്തിൽ കിടാവ് തകരാറിലുണ്ടോ? കിടാവ് അടിമറിഞ്ഞിട്ടുണ്ടോ? കിടാവ് തലമേലും അതേപോലെ കാല് കീലും ആയിട്ടുണ്ടോ? ഡോക്ടർമാർ എന്തെങ്കിലും ഒരു ന്യൂനത ചെല്ലുമ്പോൾ നീ പറക്കൊക്കെ തുടങ്ങട, പേടിക്കൊക്കെ തുടങ്ങട. പളച്ചവന് മരിക്കടാ മരിക്കടാ ചെന്നിട്ട് ഇപ്പറത്ത് ഞങ്ങളുടെ വളച്ചിൽ ചില്ലറായത്തിലൊരു പിരസത്തെ ഒരു പെണ്ണ് മരിച്ചു പോയാല് ആ ഉമ്മയും പെണ്ണും ഹോസ്പിറ്റലിൽ പോയിട്ടിന്നത് പെണ്ണ് കറുപ്പുഞ്ചായിട്ടിന്നത് നാലാമത്തെ കിടാവുക്ക് ജന്മ കൊടുക്കും, മൂന്നാമത്തെ കിടാവുക്ക് ജന്മ കൊടുക്കുക കൊണ്ടത് അങ്ങനെ അന്തും ഇന്തും ജാവുക 10 ഗണ്ട അവിടെ സന്ദർഭത്തില് നോർമലായിട്ട് ഡെലിവറി ആയിട്ട് ഉമ്മ ആരോഗ്യത്തിലുണ്ടോ, കിടാവ് ആരോഗ്യത്തിലുണ്ടോ? ഇപ്പുറത്ത് മനുഷ്യ ജന്മമോ 4 തിങ്ങൾക്ക് മുന്നത്തെ ചരിത്രം ചെന്നോണ്ടുള്ളത് ഉമ്മയും കിടാവും ആരോഗ്യത്തിലുള്ളത് ഒരു സൗന്ദര്യമില്ല. അയ്യങ്കാ മാമൂലിയായിട്ട് പോയോണ്ടുള്ള നിഫാസ് രക്തം ഉണ്ടല്ലോ, പേത്ത് ചോര ഉണ്ടല്ലോ, അത് പോയോണ്ടുണ്ടോ? കൺട്രോൾക്ക് കിട്ടില്ല. കണക്കിടക്കാണ് ആറ് പോയോണ്ടുണ്ടോ? തീരത്ര ബ്ലഡ് കൊടുത്തു നോക്കിയാല് ആ എങ്ങും നിക്കണത് കാണില്ല. പോണെന്ന് കണ്ടാമത് ഡോക്ടർമാർ ചെന്നത് വേഗം ഓപ്പറേഷൻ ആക്കാണ്ട് ഗർഭകോശത്തെ ആ നാളത്തൊന്ന് കെട്ടിടാണ്ട് സാധ്യയില്ല. തിയേറ്ററിൽ കൊമ്പോണ്ട സന്ദർഭത്തിൽ ആരോഗ്യത്തിൽ നിന്ന് മോളായോളൂ ഉമ്മടെ വിളിച്ചു ചെല്ലും ഉമ്മ നിന്റെ ഓപ്പറേഷൻ ആകുമ്പോണ്ട് ഉമ്മ ഭർത്തവണ്ട ഗ്യാരണ്ടി ഇല്ല ഉമ്മ. നിന്റെ ജീവനത്തിൽ എന്തെങ്കിലും ഞാറക്കുറടി വന്നിട്ട് നിനക്ക് മാഫാക്കും ഉമ്മടെ കൈ പിടിച്ചിട്ട് ഉമ്മടെ കൈ പിടിച്ച് മുത്തിട്ട് ഉമ്മടെ അറുകി പിടിച്ചിട്ട് ഉമ്മടെ ദുആക്ക് വസിയത്താകട്ടെ പുറത്ത് കേട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാൽ പിന്നെ അരഘണ്ട കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ഉള്ള കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പുറത്ത് വന്ന് ചെന്നത് ഒളിക്കുകയില്ല. അല്ലാ അല്ലാ ഒരു കിടാവിടെ കുടുംബത്തെ കയ്യിൽ കൊടുത്തു ഉമ്മ പോയത് എത്ര ഉമ്മമാരെ ചരിത്രമുണ്ടോ, എത്ര ഉമ്മമാരെ ചരിത്രമുണ്ടോ? ഈ ദുനിയാവ് നിന്റെ കടത്തൊക്കെ വേണമായിട്ട് ഉമ്മ ജീവ കൊടുക്കുന്ന പരിസ്ഥിതി ബന്ധുലാമോള് ഉമ്മയുടെ പയരക്കീറണായുടെ പരിസ്ഥിതി ബന്ധു റെഡിയുമോള്. ആ ഉമ്മ മരണവേദന അനുഭവിച്ചിട്ട് ഉമ്മയുടെ ഭയത്രോഗത്തിനോട് പോയ ചോരക കൈ കണക്കില്ലടി. ഉമ്മ കിടന്നിട്ട് വർഷഘട്ടനെ കിടന്നിട്ടാവുന്ന ഗായെന്ന് വണങ്ങുക വേണമായിട്ട് എത്രമോ ഇഞ്ചക്ഷൻ തിന്നിട്ട് ആ ഉമ്മനിക്ക് ജന്മ തണ്ട സന്ദർഭത്തിലോ മരിച്ചത് പേടിച്ച് പറച്ചു പോയിട്ട് ആ ഉമ്മടല്ലടേ നീണ്ട് പറയിടത്, ആ ഉമ്മടല്ലടേ നീ ദൂഷനാക്കണത്, ആ ഉമ്മടെ അല്ലടാ നീ നിന്റെ ദൂഷനാക്കണതും ചവിട്ടതും പറയിടതും ഒരു നേരത്തെ മറന്ന സമയത്ത് കുമ്പറാക്കുന്ന കുമ്പർക്ക് നീ ഇഷ്ടപ്പെടാതെ
തൊഴാത്തതും മൈതാനത്തിൽ ഗണ്ടകട്ടല കളിക്കടനേണ് നിന്റെ ഉമ്പാപ്പടന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും നിനക്ക് പുരുഷത്തില്ല ഉമ്മക്കൊന്നും മറന്നു കൊമ്പറകൊന്നും പുരുഷത്തില്ല ചങ്ങായിമാർക്ക് എവിടെ പോയിട്ടും എത്ര വേണം തിന്നവാണ്ടത് തയ്യാറുള്ള നീണതോ സ്വന്തം ഉമ്മയുടെ ഭയത്തിൽ ഒരു നേരത്തെ കഞ്ഞിയുടെ തണ്ണി സമേത ബീത്തൊക്കെ നിൽക്കും മനസ്സില്ല ഇങ്ങനല്ലേ മോനെ നിന്റെ ജീവനുണ്ട് കളിയല്ല മനുഷ്യ ഈ ദുനിയാവുള്ള നിന്റെ ഉമ്മടത്ര പിരിസപയിക്കുക ആർക്കും സാധ്യയില്ലടി പെണ്ണ് ഉമ്മടെ പിരിസത്തറക്കൊരു മാപ്പിളയുടെ കൊണ്ട് സാധ്യയില്ല ഉമ്മടെ പിരിസത്തറക്കൊരു പെഞ്ഞയുടെ കൊണ്ട് സാധ്യയില്ല ഉമ്മടെ പിരിസത്തറവ് വേണായിട്ട് മക്കൾക്ക് സാധ്യയില്ല ആർക്കും സാധ്യയില്ല ഉമ്മടത്ര പിരിസപയിക്കുകയോ മനുഷ്യ നീ പൊടി കിടാവായിട്ട് കിട സന്ദർഭത്തില് 1.5 വർഷ വയസ്സിലെ കിടാവ് കുഞ്ഞായിട്ട് കിട സന്ദർഭത്തില് നീ നടക്കൊക്കെ പഠിക്കുമ്പോ കാള് തപ്പി പൂനപ്പോ ആ ഉമ്മക്ക് നമ്മളായിട്ട് നിക്ക് നമ്മളായിട്ടില്ല ആ ഉമ്മക്ക് നമ്മളായിട്ട് സൈക്കു തീരിട്ടില്ല നീ ചെറിയ കിട സന്ദർഭത്തിൽ കാളുക്ക് ചെറിയ മുള്ളു തറച്ചപ്പോ ഒരു കള്ള് താകിയപ്പോ ആ ഉമ്മക്ക് നമ്മളായിട്ട് സൈക്കു തീരിട്ടില്ല നീ പുൽപൊട്ടപ്പോ ഉമ്മ നിന്റെ ചിരിപ്പാട്ടിട്ട് നിക്ക് പനി വന്നപ്പോ നിന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ല നീ പൈക്കുമ്പോ എവിടെയെങ്കിലും കൊമ്മൻ നിന്റെ ബാപ്പ നിന്റെ പയറ് നിറച്ചിട്ട് നിക്ക് ഏത് ഡ്രസ് വേണോ കേട്ടതെല്ലാം കടാ കിട്ടും സാളാ കിട്ടും ചോളാ കിട്ടും എവിടെയുള്ള വലിച്ചു കൊമ്മന്നിട്ടും എന്തെല്ലാം രൂപത്തില് നിന്റെ ഉമ്മ നിന്റെ പട്ടിണിയാക്കിട്ടില്ല നിന്റെ ബാപ്പ നിന്റെ പട്ടിണിയാക്കിട്ടില്ല ആ ഉമ്മടെല്ലടാ നീ പറഞ്ഞോണ്ടുള്ളത് ആ ബാപ്പടെല്ലടാ നീ ഇങ്ങനെ പിരിസക്കുറോടിയാക്കിയോണ്ടുള്ളത് ആ ബാപ്പടെല്ലടാ ആള് മാറിയതിൽ നീ ഇൻസൾട്ട് ആക്കിയോണ്ടുള്ളത് മക്കളെ നിന്റെ സ്വർഗ പള്ളിയിലുള്ളടാ പെണ്ണെ നിന്റെ സ്വർഗ ഖുർആനില്ല നിന്റെ സ്വർഗ അതേപോലെ ദിക്റും തസ്ബീഹുകളില്ല നിന്റെ സ്വർഗ ചെണ്ടല് അത് നോമ്പും അതേപോലെ ഹജ്ജിലും ഉംറത്തിലും സകാത്തിലും നിസ്കാരത്തിലും ഇല്ല നിന്റെ സ്വർഗം ഉള്ളത് നിന്റെ ഉൾക്കത്തില് ആ ചന്തയില്ലാണ്ട് സീക്ക് പിടിച്ചിട്ട് കിടത്തത്തിലും മരിക്കുക കിടന്നിട്ട് നമ്മുടെ കാലടടിയിലുണ്ടേ നിന്റെ സ്വർഗ നിന്റെ നിസ്കാരത്തും നോമ്പും ഹജ്ജും സകാത്തും ഖുർആനും അതേപോലെ ഉംറത്തും അല്ലാഹുവിന്റെ സ്വർഗ കിട്ടണ ഉമ്മ നിന്റെ സ്വർഗത്തേക്ക് കടത്താണ്ട് ഉമ്മ സ്വർഗത്തെ സർട്ടിഫിക്കറ്റ് തരാണ്ട് സ്വർഗത്തെ താക്കളും ഉമ്മ തരാണ്ട് ബാപ്പ തരാണ്ട് സ്വർഗത്തേക്ക് പോകുക അവിടെയില്ല അതുകൊണ്ട് പെണ്ണ് ചിന്തനാക കളി ഉമ്മറ വെട്ടിക്ക് വേണ്ട കളി ബാപ്പയുടെ വെട്ടിക്ക് വേണ്ട ചെണ്ണല്ലേ ഈ ദുനിയാവിൽ എത്രമോ ആളുമാറുള്ളത് സ്വന്തം ഉമ്മടെ അടിച്ചു കൊന്നിങ്ങ ഉള്ളത് ബാപ്പയുടെ കൊന്നിങ്ങ ഉള്ളത് ഇടങ്ങമൂത്തങ്ങ കൊന്നിങ്ങ ഉള്ളത് എവിടെയെങ്കിലും കേട്ടേ നീണ് മോന്റെ ഉമ്മ അടിച്ചു കൊന്നുറൂ ചെന്നിട്ട് മോളെ ഉമ്മ അടിച്ചു കൊന്നുറൂ ചെന്നിട്ട് മോളെ ബാപ്പ കൊന്നുറൂ ചെന്നിട്ടോ ഇല്ല മനുഷ്യ അതിൽ ഉണ്ടാക്കുക വേണായിട്ട് അങ്ങ് പറഞ്ഞ കഷ്ടപ്പാട് അങ്കേകുള്ളത് ചെറിയ ബിസിയല്ല മോള് ഒരു ബിസിയെ ചെല്ലട്ടാ ഉമ്മടെ പിരസത്ത് ഒരു ഉദാഹരണ ഇപ്പുറത്തേക്ക് നാണ് കേട്ട വിഷയ മനുഷ്യര് കാലിക്കറ്റ് ചെല്ലറായത്തിലെ ഒരു കുഗ്രാമത്തില് സിറ്റിയുടെ പുറത്ത് പ്രദേശത്തിലൊരു കുഗ്രാമത്തില് ഒരു പെണ്ണിങ്ങ എന്ത് ആ പെണ്ണിങ്ങ സ്വാഭാവിക പോലെ ഞങ്ങളെ പെണ്ണുങ്ങളെ പോലെ മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് ഒരു ചെറുക്കടത്തിൽ ഉഷാറാക്കിയിട്ട് എഞ്ചിനീയറായ നല്ലൊരു പെണ്ണിടെ നോക്കിയ മംഗലായാൽ പിന്നെ അവണ് ഗൾഫിക്ക് പോയ നാറാളെ കാസാക്കിയ പിന്നെയായുള്ള മല്ലേ ചൊല്ലകു തുടങ്ങിയത് ഇവള് ഈ ഔത്തിൽ ഇന്നും ദൈക്കണ സിറ്റിക്ക് നിങ്ങൾക്ക് പോയെങ്കിൽ ഈ ഹള്ളിൽ ഒരു ബൈക്ക് സമേത ബണ്ടില്ലേ ജാഗക എഞ്ചിനീയർ അല്ലേ ആളുമാറ് ബർമുത്തുക്ക് കഷ്ടാവില്ലേ സിറ്റിക്ക് പോയെങ്കിൽ തെങ്ങിയുടെ പളക കേട്ടിട്ട് ഉമ്മടെയും മൗത്രങ്ങളെയും വിട്ടിട്ടോ സിറ്റില് പാടിക്കുക അകെടുത്താ ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അത് സ്വന്താക്കിയ ഗൾഫിനോട് ധാരാളം കാസാക്കിയ അതിൽ 2 പെണ്ണുമക്ക ഉണ്ടായത് നല്ല എഡ്യൂക്കേഷൻ 2 പെണ്ണുമക്കും കൊടുത്തിട്ടോ ഒരാൾ കഴിഞ്ഞാൽ പിന്നെ 2 പെണ്ണുമക്കും മങ്ങിലാക്കിയിട്ട് ഞങ്ങളെ റായത്തെ പോലെ പെണ്ണിടെ അവിടെ മങ്ങിലാക്കിയിട്ട് ബാൾപാടി കൊടുക്കുന്നതല്ല ബദലക ഏതൗത്തില് പെണ്ണുണ്ടാ അവിടെ ആനയുടെ മങ്ങിലാക്കി കൊമ്പണ്ട സമ്പ്രദായ പെണ്ണിടെ ഉത്തര സെറ്റിൽ അവിടെ ആണന്മാരും ആപ്പിളന്മാര് അങ്ങനത്തെ സമ്പ്രദായ മലബാർ പ്രദേശത്തില് കേരളത്തില് എന്തും കുറെ നാള് കഴിഞ്ഞിട്ട് സുന്ദരമായ സുഭിക്ഷമായ സന്തോളത്തൊരു കുടുംബ ജീവന കുറെ നാള് കഴിഞ്ഞപ്പോ എന്നും ഈ ബാപ്പായോട് ഗൾഫിൽ നയിച്ചുകൊണ്ടുള്ള കുറെ ടൈം കഴിഞ്ഞപ്പോ തിണ്ടതെല്ലാം അങ്ങനെ പുറത്ത് പോകുക തുടങ്ങിയിട്ട് ജീർണ ആവില്ല റൊട്ടി തിണ്ടെങ്കിൽ അങ്ങനെ ബാക്ക് സൈഡിൽ ഇളിഞ്ഞു പോണ്ടോ ചോറുണ്ടെങ്കിൽ അങ്ങനെ ചോറ് അങ്ങനെ പോണ്ടോ അത് ജീർണ അവിടെ കണ്ടില്ല മുട്ടത്തെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ആക്കിയപ്പോ പടച്ചവന് ഡോക്ടർ ചെന്നാ നിക്ക് മാറക്ക രോഗ ബന്ധു മോണ് വേഗം എക്സിറ്റ് അടിച്ചിട്ട് റായത്തേക്ക് പോകുന്നുട്ടോ അങ്ങനെ ഈ മനുഷ്യർ റായത്തേക്ക് പണ്ട് കാണുമ്പോൾ ഫോണാക്കിട്ട് പിന്നേക്ക് ഇതടി ഞാൻ ഗൾഫ് മയ്യാക്കിട്ട് റായത്തേക്ക് പണ്ടടി ആ സന്ദർഭത്തിൽ
മുതൽ പെഞ്ഞേക്ക് ബേജാറ് തുടങ്ങിയത്. പെഞ്ഞി മക്കളിൽ ചെന്നപ്പോ മക്കും ബേജാറായത്. എന്തൊക്കെ ബേജാറ് ഉണ്ട് കേട്ടെങ്കിൽ ബാപ്പക്ക് ഉഷാറില്ല, അതേപോലെ മാപ്പിളക്ക് ഉഷാറില്ല, ചെന്നിട്ടല്ല ബേജാറ്. ഇന്ന് ഉടക്ക് വന്നെങ്കിൽ നമുക്ക് പിറാന്ത് നായിടെ പോലെ അങ്ങാടി ചുത്തതാവില്ല. മാപ്പിള ഔത്തുളിന്നെങ്കിൽ പോലെ ചെലവാക്കുകാവില്ല. മാപ്പിള ഔത്തുളിന്നെങ്കിൽ മാപ്പിള തീക്കിടല്. മാപ്പിള ഗൾഫിൽ ഇന്ന കാലത്തോടെ പെഞ്ഞെ കൂടെ കുസി അവന് എന്തെല്ലാം സീക്ക് സങ്കടം പിടിച്ചിട്ട് മൂത്രത്തിലെ കല്ലായിട്ട്, കിഡ്നിയിലെ കല്ലായിട്ട്, ഷുഗറും പ്രഷറും സകലമാണ് രോഗത്തെ കേന്ദ്രമായിട്ട് സാമ്പത്തിക റായത്തുക്ക് വേണ്ട പോലോത്ത പരിസ്ഥിതി അത് പെണ്ണിങ്ങ് കരുത്താവില്ല. അങ്ങനെ അന്തും ഇന്തും റായത്തുക്ക് പറയാണ്ട് വേറെ തെരുവില്ലാണ്ടായിട്ട് റായത്തുക്ക് വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോ ഗൾഫിലെ ഡോക്ടർമാർ ടെസ്റ്റ് ആക്കി റിപ്പോർട്ട് ഒന്ന് നോക്കിയപ്പോ മക്കൾക്ക് ചെറുതായിട്ട് ബാപ്പക്ക് ക്യാൻസർ പിടിച്ചിട്ട് ചെന്നിട്ട് ജീർണകോശത്തേക്ക് ക്യാൻസർ പിടിച്ചിട്ട് മൈന് കരളക്ക് അത് സ്പ്രെഡ് ആയത് ലിവറിനോട് എത്തിയിട്ട് ട്രീറ്റ്മെന്റിലെ 4th സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഏത് രൂപത്തിലും അതൊക്കെ ട്രീറ്റ്മെന്റ് കണ്ടില്ല. സകലമാണ് ഡോക്ടർമാരെയും കൊമ്പോയിട്ട് കാട്ടിട്ട് എല്ലാരും ചെന്നറോ എന്താക്കും പോലെ ഇല്ല റബ്ബേ ഔത്തുല് ബേജാറ് തുടങ്ങിയിട്ട്, ഔത്തുല് ദുഃഖം തുടങ്ങിയിട്ട്, മക്കൾക്കും ബേജാറായിട്ട് എന്ത് കേട്ടെങ്കിൽ ബാപ്പക്ക് സീക്കല്ലേ ചെന്നിട്ടല്ല ബദലക്ക് ഈ സീക്ക് പിടിച്ചോണ്ട് ഇവിടെ എങ്ങനെ നോക്കിട്ട് ചെന്നിട്ട് അതായിട്ട് ഇങ്ങനെ ബേജാറ് ഇണ്ട്. ഞങ്ങളുടെ റായത്തിലും അങ്ങനെ ഉസ്താദേ ബാപ്പക്ക് മരിച്ചരംഗം അയ്യാവാന്ത്, ഉമ്മ മരിച്ചരംഗം അയ്യാവാന്ത് ഗലീജാക്കിയോണ്ടുള്ളത്, അങ്ങനെ നാറുപാട്ടിയോണ്ടുള്ളത് കിടന്നവിടെയെ ഒന്നൊക്കെയും ഇരടയ്ക്കും കിടന്നങ്ങളുടെ മേ അത് ക്ലീനാക്കൊക്കെ ഗൃഹത്തില്ല അയ്യാവില്ല. ഇങ്ങനല്ല മനുഷ്യ ബാലക്കാരാ. ഉമ്മ പുതിയ ഡ്രസ് ഇട്ടപ്പോ ആ ഉമ്മ നിന്റെ മടിയിൽ ബീച്ചിട്ട് ദൈപ്പാട്ടിയപ്പോ ഉമ്മയുടെ പുതിയ ഡ്രസ്സ് നീ മൂത്ര ബീച്ചിരടി, പാപ്പയുടെ ഡ്രസ്സ് നീ ഇരടക്കാക്കിടലാനേണ്. നിന്റെ ഉമ്മയുടെ മുലപ്പാട് കുടിച്ചിട്ട് നീ ഉമ്മയുടെ മുഖത്ത് തുപ്പിരടീനീണ്. നിന്റെ ഉമ്മയുടെ മുലപ്പാട് കുടിച്ചിട്ട് ഉമ്മയുടെ മേലേക്ക് കാറിടരീനീണ്. ഉമ്മ ആ സന്ദർഭത്തിൽ ഉമ്മക്ക് നിന്റെ ഇരടക്കാക്കിയത് നാറിയിട്ടില്ല. ഉമ്മ മൂത്ര ബീച്ചത് നാറിയിട്ടില്ല. ഉമ്മ അതേപോലെ കിടാവ് മൂത്ര ബീച്ചത് നാറിയിട്ടില്ല. കിടാവ് ഇരടക്കാക്കിയത് നാറിയിട്ടില്ല. നിന്റെ ഉമ്മക്ക് തുപ്പിയ പരസ വന്നിട്ടില്ല. നിന്റെ ഉമ്മക്ക് മേലുക കാറിയ പരസ വന്നിട്ടില്ല. നിന്റെ ഉമ്മക്ക് അതെല്ലാം നോക്കിയിട്ട് അത് ഒരു നജിസ് സമയത്ത് അല്ല ചെല്ലുടെ രൂപത്തിലേക്ക് കയ്യാറ് എടുത്തിട്ട് ദൂറാക്കിയിട്ട് കയ്യാറകുമ്പോഴെ കുളിപ്പാട്ടിട്ട് ഉമ്മയുടെ ശരീരത്തിൽ ഉമ്മയുടെ മൂക്കുകൂറ് പരിമളല്ലാണ്ട് ദുർഗന്ധ വന്നിട്ടേയില്ല. അത്രത്തോളം കഷ്ടബന്ധരുടെ ഒരു നാളല്ല 2 നാളല്ല വർഷഘട്ടല ആ ഉമ്മ നിന്റെ ഉത്തര പായിലൊന്ന് മൂത്ര വീതിയപ്പോ എനിക്ക് തീരാണ്ട് പാപ്പൊന്ന് ഗലീജാക്കിയപ്പോ പാപ്പൊന്ന് തുപ്പൊക്ക് തുടങ്ങിയപ്പോ എനിക്ക് എത്ര വർഷ പണ്ടിലാമോടെ എനിക്ക് അറസ പണ്ടൽ അല്ലാഹുൽ മനുഷ്യ ചെറിയ ബിസിയുള്ളത് അനിഷ്കുർലി വലി വാലിദൈ നക്ക് നീന ശുക്റാക്ക് നിന്റെ ഉമ്മ ബാപ്പക്ക് ശുക്റാക്ക് അള്ളവടി പാടിയോണ്ടുള്ളത് ദീർഘം കൊണ്ട് ചൊല്ലൊക്കെ പോയി തേണ്ട് കണ്ടെങ്കിൽ അന്തും ഇന്തും മനുഷ്യര് അങ്ങനെ ആ പാപ്പായോട് ഉഷാറില്ലാണ്ട് കിടന്നതിലായിട്ട് എനിക്കിടെ പരിസ്ഥിതി ഇല്ലാണ്ടായിട്ട് തിണ്ടെങ്കും ഇരടക്കാക്കിട നിന്റെ തെത് പോണ്ടില്ല. ഒന്നുള്ള ഇടിയോടെ കലങ്ങാണ്ട് ഗലീജായിട്ട് അങ്ങനെ പോയോണ്ട് കണ്ടെങ്കും ആ ഉമ്മകർ അതേപോലെ അങ്ങനെ പോയി തിണ്ട് ഇപ്പത് ബന്ധായിട്ട് പോണ്ടേയില്ല. തിന്നകു പേട് മോശന് പോണ്ടില്ല. യന്ത്രാക്കട പടച്ചവനെ ആറ്റക്ക് ബെർലിട്ടിട്ട് ഇടക്ക് എടുക്കണ പോലത്തെ പരിസ്ഥിതി വന്ന് പിന്തുവാരത്തേക്ക് ബെർലിട്ടിട്ട് എടുക്കണ പോലത്തെ പരിസ്ഥിതി വന്ന് അല്ലാറുള്ള നോക്കൂ ഹോസ്പിറ്റലിക്ക് വേണ്ട നോക്കില്ല. വൃദ്ധാശ്രമത്തിന് ചെറുപ്പാട്ടെങ്കിൽ ഞങ്ങളെ ചെല്ലല് സ്വർത്തകാളെ കൊമ്പ നിങ്ങൾ പ്രൈവറ്റ് വേറെ റൂം കൊടുക്കണ്ടേ ഞങ്ങളെ നോക്കുക വേണമായിട്ട് ആളുമാർ മറുപടി ഇത് നാറിയോണ്ടുണ്ടല്ലോ യന്ത്രാക്കട്ടെ ചെന്നിട്ട് ആ സന്ദർഭത്തിലതാ ചുമ്മ വർഷத்துக்கு മുന്നൊരു ഈ സീക്ക് പിടിച്ച ബാപ്പുണ്ടല്ലേ ആ ബാപ്പ ഉമ്മടെ വിട്ട് വന്ന മനുഷ്യര് സൗകര്യത്തിക്ക് വേണ്ടി സിറ്റിക്ക് വന്ന ആളുകാര് അതേപോലെ ബൈക്ക് പണ്ടില്ല കാറ് പണ്ടില്ല ചെന്നിട്ട് ഉമ്മടെ വിട്ട് വന്ന മനുഷ്യര് ഗൾഫിടെ റായത്തേക്ക് വന്നെങ്കിൽ എപ്പങ്ക് പോയിട്ട് ചില്ലറ കാസെറിഞ്ഞ് വന്നോണ്ടിരുന്ന മനുഷ്യര് ഇണ്ട് സീക്കില് കിടത്തത്തിനായിട്ട് മരണവേദന അനുഭവിക്കുമ്പോഴത്തോ സ്വന്തം പിന്നെയും മക്കളും സമേത തിരിഞ്ഞു നോക്കാട്ടിക്കട സന്ദർഭത്തിലതാ ആരോ കിടത്തത്തിലായിട്ട് വയസ്സായ കെൽത്തി ഉമ്മടിൽ ആരോ ചെന്നത് നിങ്ങളെ മോനെ ഇങ്ങനത്തെ പരിസ്ഥിതിയിലുള്ള സിറ്റിയിൽ ഇന്ന ഫ്ലാറ്റില് അങ്ങനെ ചെന്നപ്പോ ഉമ്മടെ കൽബ് അങ്ങനെ പൊട്ടക്കു തുടങ്ങിയിട്ട് ഉമ്മക്ക് ബേജാറ് സൈക്കു തീരാണ്ടായിട്ട് മെല്ലെ ആരോ സ്വന്തം മോണുകൊന്ന് ഫോണാക്കി താ ചെന്നിട്ട് ഉമ്മ ഫോണാക്കിട് മോനെ ബേജാറാവണ്ടലാ
നിന്റെ പെഞ്ഞി നോക്കില്ലെങ്കിൽ, നിന്റെ മക്ക നോക്കില്ലെങ്കിൽ, മറുമക്ക നോക്കില്ലെങ്കിൽ ബേജാറാവണ്ട മോളെ. നാളെ ഇന്നും ഹയാത്തുള്ള നീ ഉടകുമല്ലേ ബാ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ ആരെങ്കിലും നാണ് കടത്തില നണ്ട ഉതുകുവാ. നാണ് കിടക്കട കട്ടിലിന്റെ മുട്ടത്തിൽ നിൽക്കും ഒരു കട്ടിലിട്ട് തറ നണ്ട ഒട്ടികമേ കിടക്കുമോളെ. നിന്റെ ഗലീജ് നാണേ കിടന്നവിടെ എടുക്കട, നിന്റെ ബായിക്ക് നാണ് കിടന്നവിടമേ തെളിവീത്രളാമോണെ. ബേജാറാവണ്ട ബാ മോണെ. ചെന്നിട്ട് ഇത്രമോ വർഷത്തേക്ക് വലിച്ചെറിഞ്ഞു പോയ മോണ്ടതാ ഉമ്മ ഇന്നും വിളിച്ചോണ്ടുണ്ട് ബാമോണെ ബാമോണെ. ചെന്നിട്ട് ഇത് മനുഷ്യ ഉമ്മടെ പിരസ ചെന്നെങ്കിൽ ആ ഉമ്മടെ പിരസ ഈ ദുനിയാവുൾ എത്ര ആള് തന്നെങ്കും അത് തീർക്കുക സാധ്യമില്ല മോളെ. ഉമ്മടെ പിരസത്തേക്ക് ബദലാക്കുക ഒരു പിരസ ദുനിയാവില്ല മനുഷ്യ. മാപ്പിളയുടെ പിരസ മാപ്പിള ഉഷാറിന്നെങ്കിൽ, മാപ്പിള കൈക്കാളില്ലാണ്ട് കണ്ടെങ്കിൽ, മാപ്പിളക്ക് രോഗം കൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ആറ് പേരും അവൾ ഇളിഞ്ഞു പോണ്ടില്ല. എത്ര പെഞ്ഞി മാറുള്ളത് പെഞ്ഞി ഉഷാറില്ല സമയില്ലാണ്ട് കണ്ടപ്പോ അവളെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നൊരു പേരുടെ മങ്ങിൽ അവിടെ എത്ര മാപ്പിളന്മാരില്ല. മക്ക സമയില്ലാണ്ട് അതേപോലെ ഉമ്മ ബാപ്പ അർസബണ്ടെ അങ്ങ് ബുദ്ധിവാദ ചെണ്ടറുണ്ട് കണ്ടപ്പോ അങ്ങനെ പുട്ടിലോട്ട് എത്ര മക്കയില്ല. നീ ഉമ്മടെ മറന്നെങ്കും, ഉമ്മടെ അടിച്ചെങ്കും, ഉമ്മടെ കൊത്തിയെങ്കും, ഉമ്മടെ കുത്തിയെങ്കും, ഉമ്മടെ എന്ത് ചെന്നെങ്കും ഉമ്മാകെ എപ്പോഴും മക്കളെ വേണ്ടാട്ടാവില്ല. അത് പെണ്ണെ ഉമ്മ മനസ്സ് ചെന്നെങ്ക്, അത് ആണിങ്ങളെ ഉമ്മ മനസ്സ് ചെന്നെങ്ക് ആ ഉമ്മയും ബാപ്പയും നിൽക്കുമെന്ന കഷ്ടപ്പാട് ചെറിയതല്ല മോനെ. അതുകൊണ്ട് മക്കളെ പാലക്കാരോ ഏത് സന്ദിഗ്ധ പരിസ്ഥിതി വന്നുകൊണ്ട് കണ്ടെങ്കും, നിന്റെ ഭയത്തിക്ക് സമയത്ത് ഉണ്ണകില്ലാണ്ട് സന്ദർഭം വന്നുകൊണ്ട് കണ്ടെങ്കും, ഏത് പെരുന്നാളാണ് നിക്ക് ഡ്രസ് എടുക്കുകയില്ലാണ്ട് കണ്ടെങ്കും നിന്റെ ഉമ്മക്കും ബാപ്പക്കും കൊറടിയാകണ്ട മനുഷ്യ. ഉമ്മക്കും ബാപ്പക്കും മക്കല്ലാണ്ട് ആറുമില്ല മോളെ. ഉമ്മ ബാപ്പ കഷ്ടത്തിൽ കട സന്ദർഭത്തിൽ, രോഗത്തിൽ കട സന്ദർഭത്തിൽ പാട നടച്ചുന്നത് പോലെ റായത്തക വന്നിട്ട് നിന്റെ ഉമ്മയുടെ ഹിദ്മത്തെടുക്കല. റായത്തക ബിസി കിട്ടിയിട്ട് ഉമ്മ ചീനാറി കൊണ്ടുണ്ട് ഓളാ നോക്കുക ആളില്ല ഓളാണ്ട് ചെന്നപ്പോ റായത്തക നിന്റെ പറയുക ഇത്രയും വലിയ ഗോണത്തെ പോലെ കോണത്തെ പോലത്തെ മോണില്ലേ മക്കയില്ല മറുമക്കയില്ല അങ്ങന്റെ സങ്കട്ടായിട്ട് നോക്കുകയോ പോണ്ടില്ലടാ. ചെന്നിട്ട് അങ്ങാറും നോക്കല. നീ ചത്തൽ പിന്നമേ നിന്റെ ഉമ്മടെ നോക്കുവാറ്, നീ തീനൽ പിന്നമേ നിന്റെ ബാപ്പടങ്ങ റായത്ത് നോക്കുവാറ്. നീ ഇത്രയും വലിയ കള്ള് പോലെ ഇന്നിട്ടും റായത്തങ്ങ സമയത്ത് നീ നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് നോക്കല. നിന്റെ ബാപ്പക്ക് നീണല്ലാണ്ട് വേറെ ആറുമില്ലടാ. അങ്ങ് മരിക്കൊക്കെ കിടക്കണ സന്ദർഭത്തിൽ വയത്ത് കൊറിയത്തി തണ്ണി വീത്തക്കും നീണല്ലാണ്ട് ആറുമില്ലടാ. പെണ്ണ് നിന്റെ ഉമ്മക്ക് നീണല്ലാണ്ട് ആറുള്ളീടി. ചിലപ്പോ നിന്റെ മാമിക്ക് നീന് മോളെ പോലെ, നിന്റെ കാക്കക്ക് മോളെ പോലെ. ഒരു നാള് നിൽക്കും മറുമക്ക മറുകുണ്ട്, അങ്ങനത്തെ ഒരു നാള് നിൽക്കും പണ്ടതുണ്ട്. ഇതെല്ലാം ചിന്തനാക്കണം. എന്റെ പളക്കത്തേക്ക് വിരാമാക്കട്ട. നല്ലൊരു പെണ്ണാവൂ, നല്ലൊരു ആണാവൂ, നല്ലൊരു മോണാവൂ, നല്ലൊരു മോളാവോ, അല്ലാഹുടെ പേടിക്കടങ്ങാവോ, നല്ലൊരു ബാപ്പാവോ, മക്കളെ പിരിസബീക്കട ബാപ്പാവോ, മക്ക തപ്പുമ്പത്തേക്ക് തിത്തുപടിയാപ്പെടാ അവിടെ ബാക്കട ബാപ്പാവോ. പെണ്ണെ ഉമ്മമാരെ ബാങ്കട ശബ്ദം കേൾക്കുമ്പത്തേക്ക് സുബഹി നിസ്കാരത്തെ കാണും ഉള്ളു. നീ ചന്ദ്രകാത് നിന്റെ മക്ക തഹജ്ജുദ് നിസ്കരിക്കണ മക്കാവട്ടോ, അത് ആദത്താവട്ടെ. നിന്റെ ഉത്തിൻ്റെ പെണ്ണമക്കാവട്ടോ ആണമക്കാവട്ടോ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മൊബൈലുള്ള ബന്ധാക്കി വെച്ചിട്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്ന മക്കാവട്ടോ നിന്റെ മക്ക. നിന്റെ മക്ക ഖുർആൻ ഓതുക സ്വഭാവം അങ്ങനത്തെ സ്വഭാവ പരിപാടി കൊടു. നിന്റെ മക്ക ദുആരക്കണ സ്വഭാവ പരിപാടി കൊടു. നീ നാളെ ഖബറുക്ക് പോയപ്പോ നിന്റെ മേൽഭാഗത്ത് പാമ്പും തേളും പുളും വന്ന് ചുറ്റി നടക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മക്കളെ ദുആ അകത്തിക്കും മനുഷ്യ. നിന്റെ മക്കളെ ഖുർആൻ അകത്തിക്കുമോട് എല്ലാം റെഡിയാക്കി പോ. നീ നാളെ മരിച്ചിട്ട് 6 അടി മണ്ണ് യാത്ര അവിടെ കാണുമെന്നുള്ളു. മക്കള് ഈ ദുനിയാവിൽ നിനക്ക് പ്രൊട്ടക്ഷൻ തന്റെ അറിയേണ്ട തരിയണ. ഈ ദുനിയാവിൽ നിനക്ക് അഭിവൃദ്ധിയാവും നല്ലാവും മനസ്സുണ്ടാ. ഈ ദുനിയാവിൽ നല്ലവനാവും മനസ്സുണ്ടാ. നിന്റെ ഉമ്മ ബാപ്പ ദ്വാരക്കാണ്ട് നീ നല്ലവനാവില്ല. ഹയാത്ത് കാലത്ത് നിന്റെ ഉമ്മ ബാപ്പയുടെ ദ്വാരത്തില് നിനക്ക് അഭിവൃദ്ധി ആവുക സാധ്യ. മരിച്ചൽ പിന്നെ മക്കള് ഉമ്മ ബാപ്പ മരിച്ചെങ്ക ഖബറിൽ രക്ഷപ്പെടണ. മക്ക ദ്വാരക്കാണ്ട് രക്ഷപ്പെടുക സാധ്യയില്ല. മക്ക ദ്വാരക്കാണ്ട് ഖബറിൽ ഉമ്മക്കും ബാപ്പക്കും രക്ഷപ്പെടുക സാധ്യയില്ല. ബാപ്പയും ഉമ്മ ദ്വാരക്കാണ്ട് ഹയാത്തിൽ മക്കൾക്ക് രക്ഷപ്പെടുക സാധ്യയില്ല. രണ്ടും പരസ്പര ബന്ധവേണായത് മോണ്. അതുകൊണ്ട് ചെറിയ വയസ്സിലെ ദീന് വഴിപാട്ട്, ചെറിയ വയസ്സിലെ ഖുർആൻ ഓതുക വഴിപാട്ട്, ചെറിയ വയസ്സിലെ നിസ്കാര ഖലാവാണ്ട് ജവാബ്ദാരി നിസ്കരിക്കുക വഴിപാട്ട്, നല്ല നല്ല സൽക്കർമ്മ പള്ളിയുടെ പരിസരത്ത് നടക്കുന്ന സന്ദർഭത്തിൽ മജ്ലിസും നൂറും സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആരിഫീങ്ങളെ സ്മരണ നടക്കുന്ന സന്ദർഭത്തിൽ ആണും പെണ്ണും പൂർണ്ണമായിട്ട് ഭാഗിയായിട്ട് വെമ്പള കൊടുക്കരങ്ങാവട്ടോ.
സുന്ദരമായ മദ്രസത്തിൽ ഉസ്താദുമാർ ദീന് പഠിപ്പാട്ട സന്ദർഭത്തിൽ പൂർണ്ണ ഉസ്താദുമാർക്ക് ധൈര്യവും ബെമ്പളവും സൗകര്യാഗ്യം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ അഭിവൃദ്ധി വേണ്ട പ്രയത്നം കറോ. അങ്ങനത്തെ ഒരു സുന്ദരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ മനുഷ്യരെ.